ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഫസലോं के त्योहार എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. ഫസലോं के त्योहार എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ, അതായത് വിളവെടുപ്പ് ഉത്സവം. मौसम का अंदाज, खिचड़ी में ऐसन जाड़ा हम पहले कब्बो न देखने. खिचड़ी त्योहार में हमने इतना ठंड पहले कभी नहीं देखा. അതായത് കിച്ചടി ഉത്സവത്തിൽ ഇത്രയ്ക്ക് തണുപ്പ് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. യഹാ തും കിച്ചടി സെ ക്യാ മത്ലബ് നിക്കാൽ രഹി ഹോ. ഇവിടെ കിച്ചടി എന്ന വാക്കിൽ നിന്ന് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? യഹാ കിച്ചടി സെ മത്ലബ് മകർ സംക്രാന്തി കെ ത്യോഹാർ സെ ഹെ. ഇവിടെ കിച്ചടി എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് മകര സംക്രാന്തി ഫെസ്റ്റിവലിനെ ഉദ്ദേശിച്ചിട്ടാണ്. ക്യാ कभी ऐसा हो सकता है कि सूरज बिल्कुल ही ना निकले? अगर ऐसा हो तो. എപ്പോഴെങ്കിലും തീരെ സൂര്യൻ ഉദിക്കാതെ ഇരുന്നാൽ അഗർ ഏസാ ഹോത്തോ, അങ്ങനെ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? തീരെ സൂര്യൻ ഉദിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ആൻസർ എന്തെഴുതാം? നഹി ഏസാ കബി നഹി ഹോ സക്ത, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കി സൂരജ് ബിൽക്കുൽ ഹി നാ നിക്കലെ, സൂര്യൻ ഉദിക്കാതെ ഇരിക്കുന്ന, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അഗർ ഏസാ ഹോഗാ തോ സാരാ സംസാർ അന്ധകാരമായി ഹോ ജായേഗ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഇരുട്ടായി മാറും, ലോകത്ത് മുഴുവൻ ഇരുട്ടായി മാറും. ടണ്ട് കാ പ്രകോപ് ബഡ്താ ഹി ജായേഗ, തണുപ്പങ്ങ് വ്യാപിക്കും, ലോകം മുഴുവൻ തണുപ്പ് വ്യാപിക്കും, മൊത്തത്തിൽ ഐസായി മാറും. മാനവ ജീവൻ ഊർജാസെ ചൽത്താ ഹെ, ഈ മനുഷ്യജീവിതം സൂര്യൻ്റെ ഊർജം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. और सूरज ऊर्जा ശക്തി പ്രകാശ് കാ പ്രമുഖ സ്രോത് ഹെ. അപ്പോൾ സൂര്യനാണ് ഈ ഊർജത്തിൻ്റെ മുഖ്യ സ്രോതസ്. उसके ना निकलने से मानव जीवन व पेड़ पौधों के जीवन का अंत निश्चित है. അപ്പോൾ സൂര്യൻ ഉദിക്കാതിരുന്നാൽ മാനവജീവൻ, അതായത് മനുഷ്യജീവിതവും പേട് പൗധോക്കെ മരങ്ങളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ ജീവൻ്റെ അന്ത്യം ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാഹർ ദേഖ്നെ സെ സമയ കാ അന്ദാസ ക്യോ നഹി ഹോ പാ രഹാ താ. ജിൻകെ പാസ് ഗഡി നഹി ഹോത്തി വേ സമയ കാ അനുമാൻ കിസ് തരഹ സെ ലഗാത്തെ ഹെ. പുറത്തേക്ക് നോക്കിയാൽ സമയം മനസ്സിലാകുന്നില്ലായിരുന്നു, സമയം എത്രയായി എന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ജിൻകെ പാസ് ഗഡി നഹി ഹോത്തി വേ സമയ കാ അനുമാൻ കിസ് തരഹ സെ ലഗാത്തെ ഹെ. കയ്യിൽ വാച്ചില്ലാത്തവർ സമയം എത്രയായെന്ന് എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്? ആൻസർ എങ്ങനെ എഴുതാം? ബാഹർ ദേഖ്നെ സെ സമയ കാ അന്ദാസ് നഹി ഹോ പാ രഹാ താ ക്യോങ്കി സൂരജ് നഹി നിക്ലാ താ. പുറത്തേക്ക് നോക്കിയപ്പോൾ സമയം എത്രയായെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു, കാരണം സൂര്യൻ ഉദിച്ചിട്ടില്ലായിരുന്നു, അതായത് മൊത്തത്തിൽ മഞ്ഞ് മൂടിയിരിക്കുകയായിരുന്നു. ജിൻകെ പാസ് ഗഡി നഹി ഹോത്തി വേ സമയ കാ അന്ദാസ് സൂരജ് കി ഗതി തപൻ ചമക് വ അപ്നി പർച്ചായി സെ ലഗാത്തെ ഹെ. കയ്യിൽ വാച്ചില്ലാത്തവർ എങ്ങനെയായിരുന്നു സമയം മനസ്സിലാക്കിയിരുന്നത്? സൂരജ് കി ഗതി, സൂര്യൻ്റെ ചലനം നോക്കിയിട്ടും, തപൻ ചൂട് നോക്കിയിട്ടും, ചമക് അതിൻ്റെ തെളിച്ചം, അതിൻ്റെ ആ പ്രകാശം നോക്കിയിട്ടും, അപ്നി പർച്ചായിസ് ലഗാത്തത് പിന്നെ സ്വന്തം നിഴൽ നോക്കിയിട്ടുമായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അടുത്തത് തുമാരി സുബാൻ. ആജ് ഈ ലോക് കെ ഉഠേ കെ നൈകെ കാ ജാ ബാകെ ദേ കേരാ കെ പത്ത ആയിൽ കീന. ഇൻ വാക്യോം കോ അപ്നെ ഘർ കി ഭാഷാ മേ ലിഖോ. ഈ വാക്യങ്ങളെ നിങ്ങളുടെ വീട്ടിലെ ഭാഷയിൽ എഴുതണം. അപ്പം ബീഹാറിലെയും യു പിയിലെയും ഒക്കെ ചില ആളുകൾ ചില ഇടങ്ങളിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, യു പിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ആജ് ഈ ലോക് കെ ഉഠേ കെ നൈകെ കാ. ആജ് ഈ ലോക് ഉഠേങ്കെ നഹി ക്യാ. ഇന്ന് ഈ ആളുകൾ എഴുന്നേൽക്കില്ലേ? ജാ ബാകെ ദേഖ് കേരാ കെ പത്ത ആയിൽ കീന. ഭാഗർ ജാओ और देखो कि केले के पत्ते आए कि नहीं. ഓടിപ്പോയിട്ട് നോക്കൂ വാഴയില കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. അടുത്തത്, ഭാരത് തേരെ രംഗ് അനേക്. വിവിധത ഹമാരെ ദേശ് കി പെഹചാൻ ഹെ. വിവിധത എന്ന് പറഞ്ഞാൽ വൈവിധ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ പെഹചാൻ, അതിൻ്റെ ഒരു
അടയാളമാണ് വിവിധത, വൈവിധ്യം. ഫസലോं का त्योहार हमारे देश के विविध रंग रूपों का एक उदाहरण है. ഫസലോं का त्योहार, ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമ്മുടെ രാജ്യത്തിലെ പല വിവിധ രംഗ് രൂപോं का, ഈ വൈവിധ്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. नीचे विविधता के कुछ और उदाहरण दिए गए हैं. 5 बच्चों का समूह एक एक उदाहरण ले और उस पर जानकारी इकट्ठी करो. താഴെ ഈ വൈവിധ്യത്തിന് ഉദാഹരണമായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 കുട്ടികൾ വീതമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓരോരോ ഉദാഹരണത്തിനും അതിനെക്കുറിച്ച് കണ്ടുപിടിക്കുക. ജാൻകാരി ഇക്കട്ടിക്കറെ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ശേഖരിക്കണം. ജാൻകാരി ചിത്ര, ഫോട്ടോഗ്രാഫ്, कहानी, कविता, सूचना परक सामग्री के रूप में हो सकती है. हर समूह ये जानकारी को कक्षा में प्रस्तुत करें. അപ്പോൾ നിങ്ങൾ ചിത്രമായിട്ടും ഫോട്ടോഗ്രാഫായിട്ടും സ്റ്റോറി ആയിട്ടും കവിതയായിട്ടും ഒക്കെ ഇത് ശേഖരിക്കണം. ഹർ സമൂഹ ഇസ് ജാൻകാരി കോ കക്ഷാ മേ പ്രസ്തുത് കരെ. ഓരോരോ ഗ്രൂപ്പും ഈ കണ്ടുപിടിച്ച അറിവുകളെല്ലാം ക്ലാസ്സിൽ അവതരിപ്പിക്കണം. സൂചനാപരക് സാമഗ്രി എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷണൽ മെറ്റീരിയൽ, അതായത് വിവരപ്പട്ടിക തയ്യാറാക്കണം. ഭാഷ, കപ്പടെ, നയാ വർഷ്, ഭോജൻ, ലോക് കല, ലോക് സംഗീത്. ഭാഷ പറഞ്ഞാൽ ലാംഗ്വേജ്, ഭാഷ, കപ്പടെ ഡ്രസ്സസ്, നയാ വർഷ് ന്യൂ ഇയർ, ഭോജൻ ഭക്ഷണം, ലോക് കല അതായത് നാടൻ കലകൾ, ലോക് സംഗീത് നാടൻ പാട്ടുകൾ. ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഭാഷ, हमारे देश भारत में अनेक भाषाएं बोली जाती है. നമ്മുടെ ഭാരതത്തിൽ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഹിന്ദി ഭാരത് की राष्ट्रभाषा है. ഹിന്ദി ഭാരതത്തിലെ രാഷ്ട്രഭാഷയാണ്. ഹിന്ദി का प्रयोग भारत में मुख्य रूप से होता है. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. इसके अलावा तमिल, मलयालम, मराठी, पंजाबी, गुजराती आदि भाषाएं भी बोली जाती है. ഇതുകൂടാതെ തമിഴ്നാട്ടിൽ തമിഴ്, കേരളത്തിൽ മലയാളം, മഹാരാഷ്ട്രയിൽ മറാഠി, പഞ്ചാബിൽ പഞ്ചാബി, ഗുജറാത്തിൽ ഗുജറാത്തി ആദി ഭാഷാएं भी बोली जाती है. അടുത്തത് നമുക്ക് ഡ്രസ്സസിനെ കുറിച്ച് നോക്കാം. കപ്പടെ, यहाँ पर अलग अलग प्रांतों का अलग अलग पहनावा है. ഇവിടെ പലതരത്തിലുള്ള പല പ്രദേശങ്ങളിൽ, പ്രാന്തം എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള വസ്ത്രധാരണമാണ്. ഉത്തർ ഭാരത് മേ സൽവാർ കമീസ്, കുർത്ത പൈജാമ, ഗാഗ്ര ചോളി ആദി പെഹനെ ജാത്തെ ഹെ. അതായത് നോർത്ത് ഇന്ത്യയിൽ സൽവാർ കമീസ്, കുർത്ത പൈജാമ, ഗാഗ്ര ചോളി ഇങ്ങനത്തെ ഡ്രസ്സസൊക്കെയാണ് ധരിക്കുന്നത്. तो दक्षिण भारत में लुंगी पहनी जाती है. സൗത്ത് ഇന്ത്യയിൽ ലുങ്കി, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സൗത്ത് ഇന്ത്യയിലെ ഡ്രസ്സസൊക്കെ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എഴുതുക. नया वर्ष न्यू ईयर, भारत में नया वर्ष अलग अलग नामों एवं रूपों में मनाया जाता है. അപ്പോൾ ന്യൂ ഇയറും പല സ്റ്റേറ്റ്സിൽ പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഹിന്ദി കലണ്ടർ के अनुसार नया वर्ष होली के दिन होता है. ഹിന്ദി കലണ്ടർ അനുസരിച്ച് ന്യൂ ഇയർ ഹോലി ദിവസമാണ് ആഘോഷിക്കുന്നത്. ഭോജൻ അതായത് ഭക്ഷണങ്ങൾ, ഭാരത് മേ ഭോജൻ മേ വിവിധത ദേഖ്നെ കോ മിൽത്തി ഹെ. ഭാരതത്തിൽ ഭക്ഷണകാര്യങ്ങളിലും വൈവിധ്യമുണ്ട്. യഹാ ഏക് ഓർ ദക്ഷിൺ ഭാരത് മേ ഡോസ ഇഡ്ഡലി സാമ്പാർ ഷോക്ക് സെ ഖായാ ജാത്താ ഹെ. ഇവിടെ ഒരു ഭാഗത്ത് ദക്ഷിണേന്ത്യയിൽ അതായത് സൗത്ത് ഇന്ത്യയിൽ ഡോസ, ഇഡ്ഡലി, സാമ്പാർ ഇവയൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നു. വഹാ ദൂസരി ഓർ ഉത്തർ ഭാരത് മേ चावल, दाल, सब्ज़ी, पूरी, छोले इत्यादि चाव से खाए व खिलाए जाते हैं. നോർത്ത് ഇന്ത്യയിൽ റൈസും പരിപ്പ് കറിയും പിന്നെ സബ്സി വെജിറ്റബിൾ കറിയും പൂരി, ചോലെ ഇത്യാദി ചാവ്സെ ഇവയൊക്കെ ഇഷ്ടത്തോടു കൂടി ഖായ വ ഖിലായെ ജാത്തെ കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്നു. പശ്ചിമി ബംഗാൾ മേ ചാവൽ, മച്ഛലി, മുംബൈ മേ ഭേൽപൂരി ഇത്യാദി കാ ലോഗ് ആനന്ദ് ഉഠാത്തെ ഹെ. പശ്ചിമ ബംഗാളിൽ റൈസും ഫിഷ് കറിയും പിന്നെ മുംബൈയിൽ ഭേൽപൂരി ഇവയൊക്കെ ആളുകൾ ഇഷ്ടത്തോടു കൂടിയിട്ട് കഴിക്കുന്നു. അതായത് ലോകകല അതായത് നാടൻ കലകൾ. യഹാ ലോക് കലാവുമേ ബി വിവിധത പായി ജാത്തി ഹെ. ഇവിടെ നാടൻ കലകളിലും വൈവിധ്യമുണ്ട്. ഹർ ക്ഷേത്രക്ക് അപ്നി അപ്നി ലോകകല ഹെ. ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ പ്രദേശങ്ങളിലും അവരുടേതായ ലോക
കലകളുണ്ട്, അതായത് നാടൻ കലകൾ ഉണ്ട്. ജैसे രാജസ്ഥാൻ കി കഠ്പുത്ലി നൃത്യ കല. രാജസ്ഥാനിലെ ലോകകല ഏതാണ്? കഠ്പുത്ലി നൃത്യ കല. പിന്നെ നമ്മുടെ കേരളത്തിൽ കോൽക്കളി, ഒപ്പന, പിന്നെ തെക്കൻ പാട്ടുകൾ, അങ്ങനെ ഒരുപാട് നാടൻ കലകൾ ഉണ്ട്. ലോക് സംഗീത്, നാടൻ പാട്ടുകൾ. ഹർ പ്രദേശ് കാ അപ്ന അപ്ന ലോക് സംഗീത് ഹെ. ഓരോരോ പ്രദേശത്തിലും അവരവരുടേതായ നാടൻ പാട്ടുകളും ഉണ്ട്. രാജസ്ഥാനി, പഞ്ചാബി, ഭോജ്പുരി, മറാഠി ഇത്യാദി സഭി പ്രാന്തോं के लोकगीत उत्सवों पर सुने व सुनाए जाते हैं. ഇപ്പോൾ രാജസ്ഥാനിൽ രാജസ്ഥാനി, പഞ്ചാബിൽ പഞ്ചാബി, ഭോജ്പുരി, ബീഹാറിൽ ഭോജ്പുരി, മറാഠി, മഹാരാഷ്ട്രയിൽ മറാഠി ഇത്യാദി സഭി പ്രാന്തോं के लोकगीत उत्सवों पर सुने व सुनाए जाते हैं. ഉത്സവങ്ങളിൽ ഓരോരോ ഫെസ്റ്റിവൽസിലാണ് അവർ ഈ നാടൻ പാട്ടുകളൊക്കെ പാടുന്നത്. യഹ് ഹമാരി സംസ്കൃതി കി പെഹചാൻ ഹെ. സംസ്കൃതി എന്ന് പറഞ്ഞാൽ കൾച്ചർ, പെഹചാൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമ്മുടെ സംസ്കാരം തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണിത്. അടുത്തത് തുമേ കോൺ സാ ത്യോഹാർ സബ്സെ അച്ഛാ ലഗ്താ ഹെ ഓർ ക്യോ. ഈസ് ദിൻ തുമാരി ദിനചര്യ ക്യാ രഹത്തി ഹെ. നിങ്ങൾക്ക് ഏത് ഫെസ്റ്റിവലാണ് ഇഷ്ടമുള്ളത്, എന്തുകൊണ്ടാണ്? ഇസ് ദിൻ തുമാരി ദിനചര്യ ക്യാ രഹത്തി ഹെ. ഈ ദിവസം നിങ്ങളുടെ ദിനചര്യകൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ എഴുതാം, മുझे ഹോലി കാ ത്യോഹാർ സബ്സെ ജ്യാദാ പസന്ത് ഹെ. എനിക്ക് ഹോലിയാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ. ക്യോങ്കി ഇസ് ദിൻ സഭി ലോഗ് അപ്നെ അപ്നെ മൻ മുട്ടാവ് മിട്ടാക്കർ ഏക് ദൂസരെ പർ രംഗ് ഡാൽത്തെ ഹെ. എന്തുകൊണ്ടെന്നാൽ ആ ദിവസം എല്ലാ ആളുകളും എന്ത് വൈരാഗ്യമുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹത്തോടു കൂടി നിൽക്കുന്നു. അപ്പനെ ഊപ്പർ രംഗ് ഡാൽത്തെ ഹെ. അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ വിതറുന്നു. ഇസ് ദിൻ ഊഞ്ച് നീച്ച് ധർമ്മ ജാതി കോ ഭൂൽക്കർ സഭി ഏക് ദൂസരെ കെ ഗലെ ലഗ്തെ ഹെ. ഈ ദിവസം വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും നോക്കാതെ, ധർമ്മമോ ജാതിയോ ഒന്നും നോക്കാതെ, മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഇതൊക്കെ മറന്നിട്ട് ആളുകൾ തമ്മിൽ എന്താ പറയുക, വിഷ് ചെയ്യുന്നു. ഓർ ഖുഷി മനാത്തെ, എന്നിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു. मैं इस दिन सुबह जल्दी उठकर अपनी पिचकारियों में अलग अलग रंग भरकर लोगों पर फेंकता हूँ. ഞാൻ ഈ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പിച്കാരി എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ചിട്ട് ഉപയോഗിക്കുന്ന കളിപ്പാട്ടമില്ല, ഹോലിയിൽ ഉപയോഗിക്കുന്ന കളർ വെള്ളമൊക്കെ നിറച്ചിട്ട് ആളുകളുടെ മേലേക്ക് വെള്ളം വീഴ്ത്തുന്ന ഇതിനാണ് പിച്കാരി എന്ന് പറയുന്നത്. അതിൽ അലഗ് അലഗ് രംഗ് ഭരക്കർ, പല നിറത്തിലുള്ള കളറ് നിറച്ചിട്ട് ആളുകളിൽ ഫേങ്ക്താ എറിയുന്നു. ദോസ്തോं के साथ मिलकर मिठाइयाँ खाता हूँ और खूब मज़े करता हूँ. ഫ്രണ്ട്സിൻ്റെ കൂടെ മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുകയും ഓർ ഖൂബ് മസേ കർത്ത, വളരെയധികം എൻജോയ് ചെയ്യുന്നു. അടുത്തത് അन्न के बारे में. फसल के त्योहार पर तिल का बहुत महत्व होता है. ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൽ തില്ലിന് വളരെയധികം മഹത്വമാണ്. തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? എള്ള്. तिल का किन किन रूपों में इस्तेमाल किया जाता है पता करो. അപ്പോൾ എള്ള് ഏതൊക്കെ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതൊക്കെ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്? तिल से गज्जक, रेवड़ी, तिलकुट, लड्डू और अनेक प्रकार की मिठाइयाँ व पकवान बनाए जाते हैं. ഇതൊക്കെ ഓരോരോ പലഹാരങ്ങളാണ്. ഗജ്ജക്ക്, രവടി, തിൽക്കുട്ട്, ലഡ്ഡു, അങ്ങനെ ഇതെല്ലാം ലഡ്ഡു ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എള്ളുണ്ട, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്വാൻ എന്ന് പറഞ്ഞാൽ പലഹാരം. രവടി എന്ന് പറഞ്ഞാൽ എള്ളും പഞ്ചസാരയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മധുര പലഹാരമാണ്. ക്യാ തും ജാൻതി ഹോ കി തിൽ സെ തേൽ ബൻതാ ഹെ. നിങ്ങൾക്കറിയാമോ എള്ള് കൊണ്ട് എണ്ണ ഉണ്ടാക്കാറുണ്ടെന്ന്, അതായത് എള്ളെണ്ണ. और किन चीज़ों से तेल बनता है और कैसे. വേറെ ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത്, അതും എങ്ങനെയാണ്? ഹോ സകേത്തോ തേൽ കി ദുകാൻ മേ ജാകർ പൂച്ചോ. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഓയിലിൻ്റെ കടയിൽ പോയിട്ട് ചോദിച്ചു നോക്കുക. ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഹാ തിൽ സെ തേൽ ബൻതാ ഹെ. तिल के अलावा सरसों, नारियल, सूरजमुखी, सोयाबीन, मूंगफली आदि से तेल बनता है. इन चीज़ों को पेरकर इनका तेल निकाला जाता है. हाँ, तिल से तेल बनता है. അതെ, എള്ള് കൊണ്ട് എണ്ണ ഉണ്ടാക്കാറുണ്ട്.
തിൽ കെ അലാവ എള്ള് കൂടാതെ സർസോ എന്ന് പറഞ്ഞാൽ കടുക് കൊണ്ടും നാരിയൽ തേങ്ങ കൊണ്ടും സൂരജ്മുഖി സൂര്യകാന്തി പൂക്കൾ കൊണ്ടും സോയാബീൻ കൊണ്ടും മൂംഫലി നിലക്കടല കൊണ്ടും എണ്ണ ഉണ്ടാക്കാറുണ്ട്. ഇൻ ചീസോങ്കോ പേർക്കർ ഇൻകാ തേൽ നിക്കാലാ ജാത്ത ഈ സാധനങ്ങളൊക്കെ ആട്ടിയിട്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നു. അടുത്തത് കിസാൻ ഓർ ചീസോങ്ക സഫർ. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ, ചീസോങ്ക സഫർ കർഷകരെ കൃഷി ചെയ്തിട്ട് സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് എത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കിസാൻ ഓർ ഖേത്തി ബഹുത് സെ ലോഗോं की जानी पहचानी दुनिया का हिस्सा नहीं है. കർഷകരെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും വളരെയധികം ആളുകൾക്ക് ഒന്നും അറിയില്ല. ജാനി പെഹചാനി ദുനിയ കാ ഹിസ്സ നഹി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവുള്ള ലോകത്തിൽ ഈ കർഷകരെയും കൃഷിയെക്കുറിച്ചൊന്നും ഉള്ള അറിവ് ഉണ്ടാവില്ല. विशेष रूप से शहर के ज़्यादातर लोगों को यह एहसास नहीं है कि हमारी ज़िंदगी किस हद तक इनसे जुड़ी हुई है. അപ്പോൾ ഈ വിശേഷ രൂപസെ അതായത് പട്ടണത്തിൽ താമസിക്കുന്ന ഒരുവിധം ആളുകൾക്കൊന്നും ഇത് അറിയില്ല, അവരുടെ ജീവിതം എത്രമാത്രം ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, കർഷകരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് അറിയില്ല. देश के कई हिस्सों में आज किसानों को ज़िंदा रहने के लिए बहुत मेहनत और संघर्ष करना पड़ रहा है. ഈ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇന്ന് കർഷകർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ബഹുത് മെഹനത്ത് വളരെയധികം കഠിനാധ്വാനവും കഠിനാധ്വാനവും പിന്നെ പോരാട്ടവും നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അഗർ യെ ജാനനെ കി കോശിഷ് കരേ കി ഹം ദിൻ ഭർ ജോ ചീസേ ഖാത്തെ ഹൈ വേ കഹാം സെ ആതി ഹൈ तो किसानों की भूमिका को अपनी ज़िंदगी में हम समझ पाएंगे. അപ്പോൾ നമ്മൾ ഇത് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ദിവസം മുഴുവൻ കഴിക്കുന്ന സാധനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഈ കർഷകരുടെ കിസാനോं की भूमिका को अपनी ज़िंदगी में हम समझ पाएंगे ഈ കർഷകരുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. आलू की पकौड़ी, बर्फ़ी और आइसक्रीम, इन 3 चीज़ों के बारे में नीचे दिए गए बिंदुओं को ध्यान में रखते हुए जानकारी इकट्ठी करो और मेरी कहानी के रूप में उसे लिखो. आलू की पकौड़ी എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു സ്നാക്കാണ്, വട, അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വടയാണ്. ബർഫി പിന്നെ ഐസ്ക്രീം, ഇത് इन 3 चीज़ों के बारे में नीचे दिए गए बिंदुओं को ध्यान में रखते हुए जानकारी इकट्ठी करो और मेरी कहानी के रूप में उसे लिखो. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. കിൻ ചീസോസെ ബൻതി ഹെ. അപ്പോൾ ഈ ഐസ്ക്രീം പിന്നെ ബർഫി അതേമാതിരി ആലു കി പക്കോടി ഇവയൊക്കെ ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ആലു കി പക്കോടി അതായത് പൊട്ടാറ്റോ കൊണ്ടുള്ളൊരു സ്നാക്കാണ്, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വട. അപ്പോൾ ഇസ്കെ ലിയെ ആലു വ ബേസൻ കി ആവശ്യകത ഹോത്തി ഹെ. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെയും ആവശ്യമുണ്ട്, പിന്നെ ബേസൻ എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയുടെയും ആവശ്യമുണ്ട്. ആലു കോ കാട്ട് കർ ബേസൻ കെ ഗോൽ മേ ലപേട്ട് കർ തലാ ജാതാ ഹെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഈ കടലമാവിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് വറുത്തെടുക്കുന്നത്, ഈ ആലു കി പക്കോടി ഉണ്ടാക്കിയെടുക്കുന്നത്. അതേപോലെ ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ദൂധ് ക പെഹലെ ഖോയ ബനായ ജാത്ത ഹെ. അതായത് പാൽ കട്ടിയാക്കി മാറ്റുന്നു, പാൽ തിളപ്പിച്ച് കട്ടിയാക്കി മാറ്റിയെടുക്കുന്നു. ഫിർ ഉസ്മേ ചീനി മിലാക്കർ ബർഫി ബൻതി ഹെ. പിന്നീട് അതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ബർഫി ഉണ്ടാക്കുന്നത്. ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ദൂധ് മേ ഐസ്ക്രീം പൗഡർ और ചീനി ഡാൽക്കർ ഉസെ ഉബാൽത്തെ ഹെ. പാലിൽ ഐസ്ക്രീം പൊടിയും പഞ്ചസാരയും ചേർത്തിട്ട് അത് തിളപ്പിക്കുന്നു. ഫിർ ഉസെ ठंडा होने देते हैं. പിന്നീട് അത് തണുപ്പിക്കുന്നു. उसे ठंडा करके आइसक्रीम के सांचों में डालकर फ्रिज में जमने के लिए रख देते हैं. അത് തണുപ്പിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ അച്ചുകളിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ ഉറയ്ക്കാനായിട്ട് വയ്ക്കുന്നു. അങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻ ചീസോं का जन्म कहाँ होता है? ഇവയുടെ ഉത്ഭവം എവിടെയാണ്? എവിടെ നിന്നാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്? ഇൻ ചീസോं का जन्म किसानों के घरों पर होता है. ഈ സാധനങ്ങളുടെ ഉത്ഭവം കർഷകരുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഒന്നുകിൽ കർഷകർ പശുവിനെ വളർത്തണം പാല് ലഭിക്കണമെങ്കിൽ, പിന്നെ ആലു പൊട്ടാറ്റോയും പിന്നെ കടലമാവിന് വേണ്ടിയിട്ട് കടലയൊക്കെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യണം. അപ്പോൾ കർഷകരുടെ അടുത്ത് നിന്നാണ് ഇവയൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്.
ഹം തക് പहुँचने का उनका सफ़र क्या है? നമ്മുടെ അടുത്ത് വരെ എത്തുന്നുള്ള ആ ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മുടെ അടുത്തേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തുന്നത്? ये चीज़ें व्यापारी और खुदरा विक्रेता किसानों से खरीद कर हम तक पहुँच जाते हैं. ഈ സാധനങ്ങൾ വ്യാപാരികളും ഒരു ഖുദര വിക്രേത അതായത് റീറ്റെയിൽ വിൽപ്പനക്കാരും കർഷകരിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു. അടുത്തത് കിൻ കിൻ ഹാത്തോं से होकर हम तक पहुँचती है. കിൻ കിൻ ഹാത്തോं से होकर हम तक पहुँचती है. ആരുടെയൊക്കെ കൈകളിലൂടെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്? കിസാനോ വ്യാപാരിയോ और വിക്രേതാओं के हाथों से होकर ये हम तक पहुँचती है. അതായത് കർഷകരിൽ നിന്നും വ്യാപാരികളിൽ എത്തിച്ചേരുന്നു, അവരിൽ നിന്ന് റീറ്റെയിൽ വിൽപ്പനക്കാരുടെ കൈകളിൽ എത്തിച്ചേരുന്നു, എന്നിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇസ് പൂരെ സഫർ മേ കിൻ ലോഗോं की कितनी मेहनत लगती है. ഈ മൊത്തത്തിലുള്ള യാത്രയിൽ അതായത് കൃഷിയിടത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ വരെ എത്തുന്ന ഇതിൻ്റെ ഇടയിൽ എത്ര ആളുകളുടെ എത്ര കഠിനാധ്വാനമുണ്ട്, എത്ര പരിശ്രമമുണ്ട്. ഇസ് പൂരെ സഫർ മേ കിസാനോ വ മസ്ദൂരോं की मेहनत लगती है. ഈ മൊത്തത്തിലുള്ള യാത്രയിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും നല്ല കഠിനാധ്വാനം ഉണ്ട്. അടുത്തത് ഇൻ ലോഗോ മേ സെ കിസ്കോ കിത്തന മുനാഫ മിൽത്താ ഹെ. ഈ ആളുകളിൽ ആർക്ക് എത്ര പ്രോഫിറ്റാണ് ലഭിക്കുന്നത്, എത്ര ലാഭമാണ് ലഭിക്കുന്നത്? किसानों को सबसे कम व व्यापारियों को अधिक मुनाफा प्राप्त होता है. കർഷകർക്ക് വളരെ കുറച്ചും വ്യാപാരികൾക്ക് കൂടുതലും പ്രോഫിറ്റ് ലഭിക്കുന്നു. अगले वर्ष कक्षा 6 में सामाजिक एवं राजनीतिक जीवन के बारे में पढ़ोगे तो ऊपर लिखे सफ़र में शामिल लोगों की दिनचर्या पता करने का मौका भी मिलेगा. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് 6th സ്റ്റാൻഡേർഡിൽ സാമാജിക് ഏവം രാജനൈതിക് ജീവൻ കെ ബാരമേ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എല്ലാം മനസ്സിലാകും. അടുത്തത് ഖാസ് പക്വാൻ അതായത് സ്പെഷ്യൽ പലഹാരം. ഗയ ഷെഹർ തിൽക്കുട്ട് കേലിയെ പ്രസിദ്ധ ഹെ. ഗയ എന്ന് പറഞ്ഞ പട്ടണം തിൽക്കുട്ട് എന്ന് പറഞ്ഞാൽ എള്ളും പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ അതും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ആ തിൽക്കുട്ട് കേലിയെ പ്രസിദ്ധ, ആ തിൽക്കുട്ട് എന്ന പലഹാരം ഈ ഗയ എന്ന ഷെഹറിൽ പട്ടണത്തിൽ പ്രസിദ്ധമാണ്. हमारे देश में छोटी बड़ी ऐसी कई जगहें हैं जो अपने खास पकवान के लिए मशहूर है. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ഓരോ സ്ഥലത്തും സ്പെഷ്യലായിട്ടുള്ള പലഹാരങ്ങളും ഉണ്ട്, അതും പ്രസിദ്ധമാണ്. അപ്നെ പരിവാർ കെ ലോഗോं से पता करके उनके बारे में बताओ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളോട്, നിങ്ങളുടെ ഫാമിലിയിലെ ആളുകളോട് ചോദിച്ചിട്ട് നിങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആഗ്രാക്ക പേട്ട. അപ്പോൾ ആഗ്രയിൽ പ്രസിദ്ധമായിട്ടുള്ള പലഹാരം ഏതാണ്? പേട്ട. മധുരാക്ക് പേടെ, അപ്പോൾ മധുരയിൽ പേടെ. മുംബൈക്ക് ഭേൽപൂരി, കൊൽക്കത്ത का रसगुल्ला, जयपुर के घेवर, दिल्ली का सोहन हलवा. അടുത്തത് പിछले 2 वर्षों में तुमने काम वाले शब्दों के बारे में जाना. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങൾ काम वाले शब्द അതിനെക്കുറിച്ച് പഠിച്ചു, അതായത് ക്രിയ. इन शब्दों को क्रिया भी कहते हैं क्योंकि क्रिया का संबंध कोई काम करने से है. नीचे खिचड़ी बनाने की विधि दी गई है. താഴെ കിച്ചടി എന്ന വിഭവം ഉണ്ടാകുന്നതിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. इसमें बीच बीच में कुछ क्रियाएं छूट गई है. उचित क्रियाओं का प्रयोग करते हुए इसे पूरा करें. അപ്പോൾ താഴെ ഈ കിച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ക്രിയകൾ വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പൂരിപ്പിക്കണം. ആ ക്രിയകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് അനുയോജ്യമായ രീതിയിൽ അവിടെ ചേർക്കണം. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ചോങ്ക്ന എന്ന് പറഞ്ഞാൽ വറവിടുക, പീസ്ന ഗ്രൈൻഡ് ചെയ്യുക, ആട്ടിയെടുക്കുക, പക്കാന വേവിക്കുക, ധോന കഴുകുക, പരോസ്ന വിളമ്പുക, സെർവ് ചെയ്യുക, ഭൂന എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുക, റോസ്റ്റ് ചെയ്യുക. താഴെ 5 വ്യക്തികൾക്ക് വേണ്ടി ബംഗാളി കിച്ചടി ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി 20 ഗ്രാം, ലഹസുൻ വെളുത്തുള്ളി 3 ഫാങ്കെ, इलायची के दाने, ഏലക്കായ 3 छोटी, दालचीनी കറുവപ്പട്ട 2.5 सेंटीमीटर का एक टुकड़ा,
പാനി വെള്ളം 4 പ്യാലെ 4 പ്യാലെ മൂങ് ദാൽ അതായത് ചെറുപയർ പരിപ്പ് हाफ प्याला सरसों का तेल कड़गेण्ण 3 बड़े चम्मच तेज पत्ते बे लीव्स 2 जीरा हाफ छोटा चम्मच जीरा जीरകം प्याज बारीक कटा हुआ ചെറുതായി അരിഞ്ഞ सवाला 1 मंजोला चावल धुले हुए कഴുകിയ अरी 1 प्याला फूल गोभी बड़े बड़े टुकड़ों में कटी हुई അതായത് കോളിഫ്ലവർ വലുതായി കട്ട് ചെയ്തത് 200 ग्राम आलू छीलकर 4 टुकड़ों में कटे हुए തൊലി കളഞ്ഞിട്ട് പൊട്ടാറ്റോ തൊലി കളഞ്ഞിട്ട് 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് 2 मटर के दाने मटर ग्रीन पीस हाफ प्याला धनिया पिसा हुआ मल्लीപ്പൊടി 1 बड़ा चम्मच लाल मिर्च पिसी हुई मुളക് പൊടി हाफ छोटा चम्मच चीनी पंचसारा 1 छोटा चम्मच घी 2 बड़े चम्मच नमक और हल्दी अंदाजे എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും മഞ്ഞളും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇലായച്ചി दालचीनी और लौंग में थोड़ा थोड़ा पानी 1 छोटा चम्मच डालते हुए पीस लो. അപ്പോൾ ഈ ഇലായച്ചി അതായത് ഏലക്കായയും കറുവപ്പട്ടയും ഓർ ലോങ് അതായത് കറാമ്പൂവും എല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പീസിലെ അതായത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു ലഹസുൻ को इकट्ठा पीस कर पेस्ट बनाओ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ട് അതിൻ്റെയും പേസ്റ്റ് ഉണ്ടാക്കണം. दाल को कढ़ाई में डालो और मध्यम आंच पर सुनहरी भूरी होने तक भून लो. പരിപ്പ് ചട്ടിയിലിട്ടിട്ട് അത് ചെറിയ തീയിൽ വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഭൂന എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുക. अब दाल निकाल कर पीस लो. ഇനി ഈ പരിപ്പെടുത്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്യണം, പൊടിച്ചെടുക്കണം. तेल को कुकर में डालकर गरम करो. എണ്ണ കുക്കറിൽ ഒഴിച്ചിട്ട് ചൂടാക്കണം. तेल गरम हो जाने पर तेज पत्ते और जीरा डालो. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൽ ബേ ലീവ്സും ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കണം. ജീര ജബ് ചട്ടക്കനെ ലഗേ തോ പ്യാജ് ഡാൽക്കർ സുനഹര ബുര ഹോനെ തക് ഭൂനോ. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് സവാള ഇട്ടിട്ട് അത് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ലഹസുൻ കാ പേസ്റ്റ് ഡാൽക്കർ കുച്ച് മിനിറ്റ് തക് ഭൂനോ. പിന്നീട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അത് വഴറ്റിയെടുക്കണം. धुली हुई दाल चावल और सब्जी डालो और अच्छी तरह मिलाओ. കഴുകി വെച്ച പരിപ്പും അരിയും പിന്നെ പച്ചക്കറികളിലുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ശേഷ് പാനി ഡാൽക്കർ ഏക് ബാർ ചലാവോ. പിന്നീട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കണം. കുക്കർ ബന്ദ് കറോ. കുക്കർ അടയ്ക്കണം. तेज आंच पर पूर्ण प्रेशर आने दो. अब आंच कम करके 4 मिनट तक पकाओ. ആദ്യം ഒന്ന് തീ കൂട്ടി വയ്ക്കണം, പിന്നീട് തീ കുറച്ചിട്ട് 4 മിനിറ്റ് വരെ വേവിക്കണം. ബാപ് നിക്കൽ ജാനെ പർ കുക്കർ ഖോലോ മസാലോം കാ പേസ്റ്റ് മിലാവോ. അപ്പോൾ അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കർ തുറന്നിട്ട് ഈ മസാലകളുടെ പേസ്റ്റ് അതിൽ ചേർക്കണം. खिचड़ी पर घी हींग जीरा साबुत लाल मिर्च से चौंग कर परोसो गरमागरम. അപ്പോൾ കിച്ചടിയിൽ നെയ്യും ഹീങ്ക് എന്ന് പറഞ്ഞാൽ കായവും ജീരകവും സാബുത്ത് ലാൽ മിർച്ച് ഉണക്കമുളകും ചുവന്ന ഉണക്കമുളകും എല്ലാം ഇട്ടിട്ട് വറവിട്ടെടുക്കണം. എന്നിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യാം. छुट्टी के दिन घर में ऐसी खिचड़ी बनाने में बड़ों की मदद करो. खाने से जुड़ी कुछ अन्य क्रियाएं भी सोचो. അപ്പോൾ നിങ്ങൾ ലീവുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ കിച്ചടി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ വീട്ടിലുള്ള വലിയവരെ സഹായിക്കണം. ഖാനെ സെ ജുഡി കുച്ച് അന്യ ക്രിയായെം ബി സോച്ചോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില ക്രിയകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.